നമസ്കാരം. ജനുവരി 10-ാം തീയതി 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് 3 മണിക്കൂർ കൂടെ നീണ്ട ഒരു എക്സ്പോർട്ട് ബേസിക് ക്ലാസ്സും കൂടെ വെച്ച് നമ്മൾ ഈ എക്സ്പോർട്ട് ബേസിക്സ് പഠിപ്പിക്കുന്ന പരിപാടികൾ താൽക്കാലികമായി നമ്മൾ നിർത്തിവെക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഫോളോവേഴ്സിൽ ഒരുപാട് ആളുകൾ എക്സ്പോർട്ട് എന്താണ്, എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന കാര്യം അതൊരു ഭയങ്കര നിസ്സാര കാര്യമാണെന്ന് എൻ്റെ സ്വന്തം, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന ആളല്ല, നിങ്ങൾക്കറിയാം. എൻ്റെ സ്വന്തം കമ്പനിയിലെ കാര്യങ്ങളെല്ലാം കാണിച്ച് പ്രൊഫൈലെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ മറ്റാളുകളുമായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ മലയാളികൾ എല്ലാവരുമായിട്ട് ഇതൊക്കെ അറിയണം. അവരൊക്കെ ഇത് കുറച്ചും കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഡെവലപ്പ് ആവണമെങ്കിൽ ഈ ഇൻഫർമേഷൻ കുറെ ആൾക്ക് കിട്ടണം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ദിയ എന്ന് പറയുന്ന ഒരു കുട്ടി ആഹ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ഓഫർ കൊടുത്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ഉണ്ട്. അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അവർക്ക് 500 രൂപയാണ് ഫീസ്. അല്ലാത്തവർക്ക് 1500 രൂപയാണ് ഫീസ്. ഈ വിദ്യാർത്ഥികൾ ഇതിൽ 500 രൂപ ഫീസ് അടച്ച് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞത് ക്ലാസ് മുഴുവൻ അറ്റൻഡ് ചെയ്താൽ ഈ 500 രൂപ നമ്മൾ റീഫണ്ട് കൊടുക്കും എന്നൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇത് ക്ലാസ് ഫ്രീ ആണ്. പക്ഷെ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർ കയറിയിരിക്കത്തില്ല. അതുകൊണ്ട് ഒരു 500 രൂപ മേടിച്ച് വെക്കുക സെക്യൂരിറ്റി ആയിട്ട്. ക്ലാസ്സിൽ ഇരുന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നാൽ നമ്മളത് റീഫണ്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ അങ്ങനെ ഇരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ദിയ എന്ന് പറയുന്നത്. +1 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ദിയ എന്നോട് ചോദിച്ചു, എന്താണ് കേരളത്തിൽ നിന്നും വളരെ എക്സ്പോർട്ടുകൾ കുറവ്? അപ്പം ദിയയ്ക്ക് അതിനെപ്പറ്റി ഒരു ധാരണയുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞൊരു മറുപടി ഇത്രേ ഉള്ളൂ. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും പറയാനുണ്ടാവുക. ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇത് ആര് വാങ്ങുന്നു, എവിടെ വാങ്ങുന്നു, എങ്ങനെ വാങ്ങുന്നു, അത്തരം ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടും? അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ മൊത്തത്തിലുള്ള വില, ഈ എക്സ്പോർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ മലയാളികൾക്ക് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ബിസിനസ് വളരെ കുറഞ്ഞിരിക്കുന്നത് എന്നാണ് ദിയയ്ക്ക് ഞാൻ കൊടുത്ത മറുപടി. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും ദിയയ്ക്ക് കൊടുക്കാനുള്ള മറുപടി. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമുക്കൊന്ന് വെട്ടിത്തുറന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയിലായിരുന്നു ഞാൻ കുറച്ച് കാലങ്ങളായിട്ട്. അത് വളരെയധികം ഫലവത്തായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല എന്നുള്ള കാര്യം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു അവസാനത്തെ ക്ലാസ് ഈ ജനുവരി 10-ാം തീയതി നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്. പല രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ പറ്റും, നടത്തുന്നുണ്ട്. അതിന് ഏകദേശം 1500 രൂപയാണ് ഫീസ്. ഈ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ഇതിൽ നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ ഈ ഓഫറുകൾ കൊടുക്കുന്നത്. കാരണം കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസുകളാണ് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പുറത്തുള്ള സ്റ്റുഡൻസ് മനസ്സിലാക്കിയിരിക്കണം, അതിൽ തെറ്റില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് ഇവരൊക്കെ പുറത്തേക്ക് പോകുന്നതിനോട് പേഴ്സണലി എനിക്ക് വിയോജിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ യൂത്ത് ഇല്ല, യങ്സ്റ്റേഴ്സ് ഇല്ല. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും? അപ്പം പോകുന്നവര് പൊക്കോട്ടെ. അവര് കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. അത് നമ്മുടെ തെറ്റ് തന്നെയാണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള അവരെ നമുക്ക് ആവശ്യമാണ്. അവര് ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമാണ്. അവർക്കിത് ഫ്രീ ആണ്. ക്ലാസ് ഫ്രീ ആണ്. 500 രൂപ അടച്ച് ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ക്ലാസ് കഴിയുമ്പോൾ ഈ 500 രൂപ റീഫണ്ട് കിട്ടും. കൃത്യമായ റീഫണ്ട് കിട്ടും. അപ്പം അവർക്കും പങ്കെടുക്കാം, അല്ലാത്തവർക്കും പങ്കെടുക്കാം. ജനുവരി 10-ാം തീയതിയത്തെ ക്ലാസ്സിലും കൂടെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് വന്നത്. അപ്പം ആ ക്ലാസ്സിലും കൂടെ വെച്ചിട്ട് നിങ്ങൾ ഇതിൽ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും പങ്കെടുക്കുക. എന്താണ് എക്സ്പോർട്ട് ബേസിക്സ്, എന്താണ് എക്സ്പോർട്ടിന് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പൊ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.